അപ്പോൾ രണ്ടാമത്തെ വെച്ചിട്ടുണ്ട് ഫ്രഷ് ഇഷ്യൂ ഷെയർ സെറ്റ് പ്രീമിയം ആൻഡ് റെഡി മറ്റ് പാറ്. അതായത് പ്രീമിയത്തിലാണ് ഷെയർ ഇഷ്യൂ ചെയ്തത്, പക്ഷേ റെഡീം ചെയ്യുമ്പോൾ പാറിലാണ്. അതായത് കമ്പനിക്ക് ലാഭമാണ്, മറ്റവന് വലിയ കാര്യമല്ല, മറ്റവന് നഷ്ടമാണ്. നമ്മൾ കമ്പനീൻ്റെ ഭാഗത്ത് നമുക്ക് ആലോചിക്കേണ്ടുള്ളൂ. അപ്പോൾ അതിൽ പറഞ്ഞുണ്ടോ 3200 ഫുള്ളി പെയ്ഡ് ഷെയറാണ്. 3200 അപ്പോൾ 6 ലക്ഷം മൊത്തം ഇത് വരും എമൗണ്ട്. പക്ഷേ ഇത് കമ്പനി ഡിസൈഡ് ടു റെഡീം ദ പ്രിഫറൻസ് ഷെയർ സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ഓർഡിനറി ഷെയർ. അതായത് ഓർഡിനറി ഷെയർസ് ഇതാക്കിയത് 25 ഉറുപ്പ്യക്ക്. അപ്പോൾ എത്ര ഷെയർ ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണം മൊത്തം. അത് ഡിവൈഡ് ബൈ 25, മൊത്തം 24,000 ഷെയർ ഉണ്ട്. അതിൽ പ്രീമിയത്തിലാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുമില്ലടാ സംഭവം മറ്റതിൻ്റെ ജേണൽ അറിയുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നടക്കുന്ന പരിപാടിയാണ്. മറ്റേ നമ്മളാദ്യം എന്താക്കുക, ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. അതിലെന്തൊക്കെ എത്ര കാണിക്കുക? ഇതിൽ 24,000 നമുക്ക് കിട്ടി. 24,000 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 48,000 വരും. അതാണ് പ്രീമിയം. ഇതിൽ 24,000 × 25 ചെയ്താൽ നമുക്ക് നേരത്തെ എത്ര കിട്ടിയടാ? 6 ലക്ഷം കിട്ടിയില്ലേ? ഈ 6 ലക്ഷവും പിന്നെ ഞാൻ പറഞ്ഞ 24,000 × 2, അതായത് 2 പ്രീമിയമാണ് അല്ലേ പറഞ്ഞത്. അപ്പോൾ 48,000. അപ്പോൾ 6 ലക്ഷവും 6,48,000. അതിനോട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രടാ? 6 ലക്ഷം. അതിനോട് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് എത്രയും നമുക്ക് പറഞ്ഞു. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ 24,000 × 2 24,000 × 25. ഓക്കെ, അപ്പോൾ ഇതായി. ഇനി നമ്മളിത് പാറിൽ കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യുക? റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ അക്കൗണ്ട് അപ്റ്റർ ടു എങ്ങോട്ട് മാറ്റി? ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അതിലെത്ര വരിക? ഇതിൽ പ്രീമിയം അല്ലല്ലോ, റെഡി മറ്റേ പാറിലാണ്. അപ്പോൾ ഈ 6 ലക്ഷം മാത്രമേ മതി. കമ്പനിക്ക് ചുരുക്കി പറഞ്ഞാൽ ഇത് ചെയ്യുന്നതിലൂടെ 48,000 ഉറുപ്പ്യ ലാഭമാണ്. ഈ പൈസ ആരെ അക്കൗണ്ടിലേക്ക് കൊടുക്കണോ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്കിലേക്ക് കയറ്റി. അപ്പോൾ എത്രയായി? 6 ലക്ഷം. ഓക്കെ.